നമ്മുടെ പ്രേക്ഷകരിൽ ചിലരൊക്കെ ചോദിച്ചൊരു കാര്യമാണ് ഈ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ആ ഒരു കാര്യവും പിന്നെ ആത്മീയതയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും. എന്തെല്ലാമാണ് ആ ഫയലുകൾ? നമുക്ക് ക്രിസ്ത്യൻസ് എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാം? ആൻഡ് ഇപ്രകാരമുള്ള കണ്ടൻറ്റും ഇൻഫർമേഷൻ്റെയും പുറകിൽ കൂടുതൽ ഡിഗ് ഡീപ്പർ, അതായത് കൂടുതൽ അതിൻ്റെ എല്ലാം പുറകെ പോയാൽ എന്തെങ്കിലും അപകടമുണ്ടോ? അതെല്ലാമാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ. ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റ് ടു ട്വൻറ്റി. അനേകം ക്രിസ്ത്യാനികൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ഡാർക്ക്നെസ് സംബന്ധിച്ചുള്ള, അന്ധകാരം സംബന്ധിച്ചുള്ള കണ്ടൻ്റാണ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. അതിലൂടെ അവരുടെ ദേഹികൾ ഡാമേജ് ആവുകയും അല്ലെങ്കിൽ അവരുടെ ദേഹികൾക്ക് ക്ഷീണമുണ്ടാവുകയും അങ്ങനെ അവരുടെ വിവേചനം നഷ്ടപ്പെടുകയും ചെയ്യുന്നു, അത് അവർ പോലും അറിയാതെ. അപ്പം എന്തെല്ലാമാണ് ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്ന കാര്യങ്ങൾ? നവംബർ 2025 കോൺഗ്രസ്, അതായത് അമേരിക്കൻ കോൺഗ്രസ്, ഈ എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് പാസ് ചെയ്തു. ട്രംപ് അതിന് സൈൻ ഇൻ ചെയ്തു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിന് പിന്നെ 30 ദിവസമുണ്ടായിരുന്നു ആ ഫയൽസിന്, അതായത് ജെഫ്രി എപ്സ്റ്റീൻ്റെ ക്രിമിനൽ നെറ്റ്വർക്കിൻ്റെ ഫയൽസിനെ റിലീസ് ചെയ്യുവാൻ. അങ്ങനെ ഈ വർഷം ജനുവരി 30 3 മില്യണിൽ പരം പേജുകൾ, 2000 വീഡിയോസ്, 1,80,000 ഇമേജസ്, പടങ്ങളും എല്ലാം അടങ്ങുന്ന ആ ഒരു കളക്ഷൻ റിലീസ് ചെയ്തു. ഈ ഫയൽസിൽ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത് ഒരു വലിയ സെക്സ് ട്രാഫിക്കിംഗ് ഓപ്പറേഷൻ, അതിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ സെക്സ് ട്രാഫിക്കിംഗ് ഓപ്പറേഷൻ, അതിൽ ലോകത്തിൽ ശക്തന്മാരായിട്ടുള്ള അനേകരും ഉൾപ്പെട്ടിരുന്നു. അതായത് റോയൽ ഫാമിലിയിലുള്ളവർ, രാഷ്ട്രീയക്കാർ, ടെക് ബില്യനേഴ്സ്, അക്കാഡമിക്സ്, പിന്നെ സെലിബ്രിറ്റികൾ, ഈവൻ ഇന്ത്യൻ ബിസിനസ്സുകാരും സെലിബ്രിറ്റികളും എല്ലാം ഇതിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആൻഡ് അമേരിക്കയിലുള്ള ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ അവർ 2007 ഒരു 60 കൗണ്ട് ഡ്രാഫ്റ്റ് ഇൻഡൈറ്റ്മെൻറ്റ് എപ്സ്റ്റീനൊക്കെ എതിരെ പ്രിപ്പയർ ചെയ്തിരുന്നു. അതിന് പകരം 2 ചാർജിന് മാത്രം മാപ്പ് അപേക്ഷിക്കുവാൻ എപ്സ്റ്റീന് അനുവാദവും നൽകി. അതിൻ്റെ കൂടെ 13 മാസത്തിൽ കുറഞ്ഞ് ഒരു ജയിൽ ശിക്ഷ മാത്രമേ തനിക്ക് അനുഭവിക്കേണ്ടി വന്നുള്ളൂ. ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അമേരിക്കയിലെ ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ പറഞ്ഞിരിക്കുന്നത് ഇനിയും ആരുടെ മേലും പുതിയ ചാർജസ് ഫ്രെയിം ചെയ്യപ്പെടില്ല, അല്ലെങ്കിൽ ആരുടെ മേലും പുതിയ കേസ് ചാർജ് ചെയ്യപ്പെടില്ല. യൂറോപ്പിൽ മുൻ പ്രധാനമന്ത്രിമാരും റോയൽ ഫാമിലിയിലുള്ളവരും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. അമേരിക്കയിൽ അധികാരത്തിലിരിക്കുന്ന ആർക്കും ഇനിയും യാതൊരു വിധത്തിലും പ്രത്യാഘാതവും ഇല്ലതാനും. ഈ ഫയൽസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വളരെ ഹൊറിഫിക് ഡീറ്റെയിൽസ്, വളരെയധികം വിഷമിപ്പിക്കുന്ന പൈശാചികപരമായിട്ടുള്ള ഡീറ്റെയിൽസാണ്. അതിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പിള്ളേരുടെ വിശ്വാസത്തെ പോലും വെപ്പണൈസ് ചെയ്യുന്ന വിധത്തിൽ, അവർക്ക് ദോഷം വരുന്ന വിധത്തിലൊക്കെയായിരുന്നു ആ കാര്യങ്ങളെല്ലാം അവർ ചെയ്തു വന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ വളരെയധികം ഡിസ്കസ്റ്റിങ്ങും വലിയ വിഷമം പിടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എനിക്കൊരു കാര്യം ഊന്നി പറയാനുള്ളത്, നമ്മൾ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ലോകത്തിൽ റിലീസ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി കെയർ ചെയ്യണം. അതിനെപ്പറ്റിയുള്ള കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം. അനേകർ മനസ്സിലാക്കുന്നില്ല. അവർ ഇപ്രകാരമുള്ള ഗ്രാഫിക്കായിട്ടുള്ള വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് ദയയും അനുകമ്പയും അല്ലെങ്കിൽ റൈച്ചസ് ആങ്കർ, നീതിയോടുകൂടിയുള്ള ദേഷ്യവും ഒക്കെ തോന്നുവോളെന്ന്. പക്ഷേ ഇപ്രകാരമുള്ള കണ്ടൻറ്റ് കൂടുതൽ കൺസ്യൂം ചെയ്താൽ അത് അങ്ങനെയുള്ളവരുടെ ദേഹിയെ തന്നെ ഹാം ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ക്ഷീണിപ്പിക്കുക. നമുക്ക് ഈ ഒരു കാര്യം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ കൂടുതൽ കൺസ്യൂംഡ് ആകാതെ നമുക്ക് കാര്യങ്ങളെപ്പറ്റി അറിവുള്ളവരായി തന്നെ ഇരിക്കാം. അതായത് നമുക്ക് അന്ധകാരത്തിൽ മുങ്ങിത്താഴാതെ നമുക്ക് സത്യം സംസാരിക്കുവാൻ സാധിക്കും. നമുക്ക് നമ്മുടെ മനസ്സിൽ ഇപ്രകാരമുള്ള ഇമേജുകളും പടങ്ങളും ഡോക്യുമെൻറ്റേഷനും ഒക്കെ കൊണ്ട് നിറയ്ക്കാതെ, കാരണം അതൊന്നും നമ്മുടെ മനസ്സിനെ പിന്നെ വിട്ടു പോകത്തുമില്ല, അങ്ങനെ നിറയ്ക്കാതെ തന്നെ നമുക്ക് നീതിക്ക് വേണ്ടി നിൽക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം നാം ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ സൈലൻ്റ് ആയിരിക്കണമെന്നോ അവഗണിക്കണമെന്നോ അല്ല. നമ്മൾ ജ്ഞാനം അപ്ലൈ ചെയ്യണം, നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ സംരക്ഷിക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ മത്തായി 6:22-23 യേശു തന്നെ പറഞ്ഞത്, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ടെത്ര വലിയത്. അപ്പോൾ നമ്മുടെ കണ്ണുകൾ എന്താണ് നിറയുന്നത് അനുസരിച്ചിരിക്കും നമ്മുടെ ആത്മീക കണ്ടീഷനും. അനേക ക്രിസ്ത്യാനികൾ ഇന്നത്തെ ഈ കാലത്തിൽ അവർ അന്ധകാരത്തിൻ്റെ കണ്ടൻറ്റിനെയാണ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്, അത് ഓൺലൈനിലും സോഷ്യൽ മീഡിയയിലെല്ലാം. എന്നിട്ട് അവർ പറയുന്നത് നമുക്ക് കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിവുള്ളവരായിരിക്കണം, നമുക്ക് നീതി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അത് നടപ്പിലാക്കണം. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവർ ഡീസെൻസിറ്റൈസ്ഡ് ആകുക. അതായത് ഇപ്രകാരമുള്ള ഹൊറർ പോലത്തെയുള്ള കാര്യങ്ങളൊക്കെയും പിന്നെ നോർമൽ പോലെ തോന്നും. അനുകമ്പയും ദയയും കമ്പാഷനും ഒക്കെ തോന്നുകയും പിന്നെ അതുപോലെ ആത്മീക വിവേചനവും ഇതെല്ലാം അങ്ങ് തണുത്തു പോവും, നമ്പായി പോവും.
ഇവിടെയാണ് ഒന്നാമത്തെ ഒരു ലൈഫ് പ്രിൻസിപ്പിൾ നാം അറിഞ്ഞിരിക്കേണ്ടത്. വെഞ്ചിയൻസ് ബിലോങ്സ് ടു ദ ലോർഡ്. പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്. ഈ ഫയലുകൾ പബ്ലിക്കിലേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടും ആർക്കും വലിയ പ്രത്യാഘാതങ്ങളോ ശിക്ഷാവിധിയോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇതിൽ ഉൾപ്പെട്ടിരുന്ന, കുറ്റം ആരോപിക്കപ്പെട്ടിരുന്ന പ്രമുഖർക്ക് ആർക്കും തന്നെ ഒരു ശിക്ഷയും ഇതുവരെ ലഭിച്ചിട്ടില്ല. ആൻഡ് ഇന്നത്തെ കാലത്ത് തന്നെ ചുറ്റിനും നമ്മൾ നോക്കുമ്പോൾ ഇപ്രകാരം വല്ലാത്ത ക്രൈംസും ഒക്കെയും നടത്തുന്ന അനേകർക്കും ഒരു ശിക്ഷാവിധിയും ലഭിക്കുന്നില്ല. അതെല്ലാം നമ്മളും കാണുന്നില്ലേ? ഇവിടെയാണ് സങ്കീർത്തനം 37 ഉത്തരം നൽകിയിരിക്കുന്നത്. സങ്കീർത്തനം 37 1, 2 പിന്നെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകേയുള്ളൂ. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. ദുഷ്പ്രവർത്തിക്കാർ സമൃദ്ധി പ്രാപിക്കുമ്പോഴാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയത്. ദാവീദ് പറയുന്നത് ദുഷ്പ്രവർത്തിക്കാർ സമൃദ്ധി പ്രാപിക്കുമ്പോൾ മുഷിഞ്ഞു പോകരുത്. ദുഷ്പ്രവർത്തിക്കാർക്ക് ഒരു സീസൺ, ഒരു സമയം ലഭിക്കും. പക്ഷേ ആ ഒരു സീസൺ, ആ സമയം അവസാനിക്കുമ്പോൾ അവർ ഒളിവിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും വെളിച്ചത്തിലേക്ക് വരും. എബ്രായർ 4:13 തന്നെ പറയുന്നത്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ദൈവമെല്ലാം കാണുന്നു, ഒന്നും അവൻ്റെ കണ്ണിൽ നിന്ന് മറവായിരിക്കുന്നില്ല. ഈ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ കാര്യത്തിലാണേലും ഈ ഓരോ വ്യക്തികളും, പ്രത്യേകിച്ച് ഈ ക്രൈം ചെയ്ത ആരെല്ലാമാണോ ഈ മാനുഷിക കോടതികളിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാവരും, അവർ ഒരു നാൾ ഒരുവൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. ആ ദൈവത്തെ ഒരു നാളും കൈക്കൂലി കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല, ഭീഷണിപ്പെടുത്താനും പറ്റില്ല. പ്രതികാരം യഹോവയ്ക്കുള്ളത്. ദൈവത്തിൻ്റെ നീതി പെർഫെക്റ്റാണ്, പൂർണ്ണമാണ്. ഇനിയാണ് രണ്ടാമത്തെ ലൈഫ് പ്രിൻസിപ്പിൾ. When God is excluded from society, systems end up as evil. സമൂഹത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും സത്യദൈവത്തെ ഒഴിവാക്കിയാൽ എല്ലാ സിസ്റ്റത്തിൻ്റെയും അവസാനം പൈശാചികത, ദുഷ്ടതയായിരിക്കും. റോമർ 1:28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നു, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യൻ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർ, അതായത് ഇപ്രകാരം ഡേർട്ടി കാര്യങ്ങൾ ചെയ്യുന്നവർ, അവരത് ചെയ്യുന്നതിനേക്കാളും ഉപരി ഇപ്രകാരം ചെയ്യുന്ന മറ്റുള്ളവരെ അവർ അപ്രൂവ് ചെയ്യുന്നു, ശരിയെന്നും അവർ പറയുന്നു. ഏതൊരു സിസ്റ്റത്തിലും എരയുടെ, അതായത് വിക്ടിംസിൻ്റെ പേരുകൾ പബ്ലിഷ് ചെയ്തു, പക്ഷേ ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കുവാൻ അനുവദിക്കുന്ന ഏതൊരു സിസ്റ്റവും അപ്രൂവിങ്, അതായത് ഈ പറഞ്ഞ ആ കാറ്റഗറിയിൽ വരും. നമ്മളിപ്പോൾ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ലോകമെമ്പാടും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അതിലൊരു അതിശയവുമില്ല. ദൈവത്തെ, സത്യദൈവത്തെ പബ്ലിക്കിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുമ്പോൾ ഏതൊരു കൾച്ചറും ചെന്നെത്തുന്നത് ഈ പറഞ്ഞ സ്ഥിതിയിലായിരിക്കും. ഇനി മൂന്നാമത്തെ ലൈഫ് പ്രിൻസിപ്പിളാണ്, വി നീഡ് മോർ സ്പിരിച്വൽ ഷാർപ്നെസ് ആൻഡ് നോട്ട് മോർ ഇൻഫർമേഷൻ. നമുക്ക് കൂടുതൽ ആത്മീകമായിട്ടുള്ള ഷാർപ്നെസ് ആണ് വേണ്ടത്, അല്ലാതെ കൂടുതൽ ഇൻഫർമേഷൻ അല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വഞ്ചനയും അന്ധകാരവും നന്നായി വർദ്ധിക്കുന്നു. അതിൽ ചിലതൊക്കെ വെളിച്ചത്തിലേക്ക് വരുന്നുമുണ്ട്. പല ക്രിസ്ത്യാനികളും ഇന്നത്തെ കാലത്ത് ഇപ്രകാരമുള്ള ഡാർക്ക് കണ്ടൻറ്റ്, അതിപ്പോൾ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിൻ്റെ ഫയൽസും വീഡിയോസും പിന്നെ ട്വിറ്റർ ത്രെഡ്സും ഓൺലൈനിൽ എന്തെല്ലാം കണ്ടെത്താമോ അതിൻ്റെ എല്ലാം പുറകിൽ ആഴത്തിൽ പോവുകയാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി ഇൻഫർമേഷൻ കിട്ടണമെന്ന്. പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ളൊരു വ്യക്തി, ആത്മീക പക്വത ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ സോൾസ്, ദേഹികൾ ഡീസെൻസിറ്റൈസ്ഡ് ആകും, വിവേചനം ക്ലൗഡഡ് ആവും, വ്യക്തതയില്ലാതായിത്തീരും, ആൻഡ് സ്നേഹം തണുത്തുപോകും. യേശു തന്നെ മത്തായി 24:12 പറഞ്ഞത്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. യേശു തന്നെ പറഞ്ഞു, അന്ത്യകാലത്ത് ഈ പൈശാചികത വർദ്ധിക്കുമ്പോൾ അനേകരുടെ സ്നേഹവും അനുകമ്പയെല്ലാം തണുത്തുപോകും. ആൻഡ് ഒരു രീതി ഇത് സംഭവിക്കുന്നത്, നമ്മൾ അന്ധകാരത്തെ നോക്കിക്കൊണ്ട് നിൽക്കും, അവസാനം ഡീസെൻസിറ്റൈസ്ഡ് ആയിത്തീരും.
നമുക്ക് അന്ധകാരത്തെ ഫൈറ്റ് ചെയ്യുന്നത് അതുമായിട്ട് ഫെമിലിയറായി സുപരിചിതമായിട്ടുള്ള രീതിയിൽ പോകുന്നതിലൂടെയല്ല. അന്ധകാരത്തെ ഫൈറ്റ് ചെയ്യുന്നത് നാം വെളിച്ചം കൊണ്ട് നിറയുമ്പോഴാണ്. ഫിലിപ്പിയർ 4:8 തന്നെ പൗലോസ് ഓർപ്പിച്ചത്, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. പൗലോസ് പറഞ്ഞത് പൈശാചികതയെ അവഗണിക്കുക എന്നുള്ളതല്ല. അവൻ പറഞ്ഞത് എന്തിൻ്റെ മേലാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് ലഭിക്കുന്നതും അപ്രകാരമുള്ള കാര്യങ്ങളുടെ പുറകിൽ കൂടുതൽ ഡീറ്റെയിൽസ് തപ്പിപ്പോകുന്നതും രണ്ടും രണ്ടാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെയധികം ഷാർപ്പായിട്ടുള്ള വിവേചനം നമുക്കുണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു ആത്മീക പ്രാർത്ഥനാ ജീവിതം, ആത്മീക യുദ്ധത്തിൽ പിടിച്ചു നിൽക്കുവാനുള്ള നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. നമ്മുടെ ആത്മാവ് ക്ലട്ടേർഡ് ആയിപ്പോയാൽ, അല്ലെങ്കിൽ ക്ലൗഡഡ് ആയിപ്പോയെങ്കിൽ, ഒത്തിരി കാര്യങ്ങളെല്ലാം കേട്ട് അങ്ങ് ക്ലട്ടേർഡ് ആയിപ്പോയെങ്കിൽ നമുക്ക് ഈ മേൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സാധിക്കില്ല. എഫേസ്യർ 6:12 തന്നെ പൗലോസ് ഓർപ്പിച്ചത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അപ്പോൾ നമുക്ക് പോരാട്ടമുണ്ട്, മനുഷ്യരോടല്ല, പൈശാചിക ശക്തികളോട് ഒരു വിശ്വാസിക്ക് പോരാട്ടമുണ്ട്, ഒരു യുദ്ധമുണ്ട്, ഒരു ആത്മീക യുദ്ധമുണ്ട്. അതിൽ നിൽക്കണമെങ്കിൽ നാം സ്പിരിച്വലി ആത്മീകമായി ഷാർപ്പായി തന്നെ നിൽക്കണം. ഈ ലോകം തന്നെ ഇപ്പോൾ ഏറെക്കുറെ തലതിരിഞ്ഞ ഒരവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യെശയ്യാവ് 5:20 പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ. തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ആ പറഞ്ഞതുപോലെയല്ലേ ഇന്നത്തെ കാലഘട്ടം. അതുകൊണ്ട് വഞ്ചനയിൽ നിന്ന് സത്യത്തെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് വിവേചനം വേണം. അതിന് നമ്മുടെ ഹൃദയവും മനസ്സും നാം സംരക്ഷിക്കണം. എൻ്റെ അതങ്ങനെ ചുമ്മാ അങ്ങ് സംഭവിക്കില്ല. അത് തുടങ്ങുന്നത് ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുമ്പോഴാണ്. അത് തുടങ്ങുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് മുൻസ്ഥാനം കൊടുക്കുമ്പോഴാണ്. അല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഡൂം സ്ക്രോൾ ചെയ്ത്, അതായത് ഒന്നൊന്നിൻ്റെ പുറകിൽ ഇങ്ങനെ കണ്ട് സമയം കളയുന്നതിൻ്റെ മേലല്ല നമുക്ക് ഇപ്രകാരമുള്ള ഒരു ആത്മീക ബലം നേടുന്നത്. യാക്കോബ് 4:7 തന്നെ പറഞ്ഞത്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ഇന്നത്തെ കാലത്ത് അനേകർ ആദ്യം തന്നെ പിശാചിനെ എതിർത്ത് നിൽക്കാൻ നോക്കുകയാണ്. പക്ഷേ ദൈവത്തിനും ദൈവത്തിൻ്റെ ഹിതത്തിനും കീഴ്പ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ തകർന്നു പോകുന്നത്. പക്ഷെ ബൈബിൾ വ്യക്തമായി പറയുന്നു, ആദ്യം സംഭവിക്കേണ്ടത് ദൈവത്തിന് കീഴടങ്ങിയ, എന്നിട്ടാണ് പിശാചിനെ എതിർത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ഇനിയും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നത്? ഒന്നാമത്, ലിമിറ്റ് യുവർ എക്സ്പോഷർ. നമ്മൾ ഇപ്രകാരമുള്ള കാര്യങ്ങളെപ്പറ്റി അറിവുള്ളത് നല്ലതാണ്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകിൽ ഡു നോട്ട് ഡിഗ് ഡീപ്പർ. കൂടുതൽ ആഴത്തിൽ ചെകഞ്ഞന്വേഷിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിൽ പോകരുത്. എപ്സ്റ്റീൻ ഫയൽസിൻ്റെ കാര്യത്തിലായാലും ഇതുപോലുള്ള മറ്റു കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ ഇപ്രകാരമുള്ള കാര്യങ്ങളുടെ പുറകെ കൂടുതൽ ആഴത്തിൽ ചെകഞ്ഞ് നോക്കാൻ പോയാൽ, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ആ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി, ആത്മീകമായിട്ടുള്ള സെൻസിറ്റിവിറ്റി നമുക്ക് നഷ്ടപ്പെടും. രണ്ടാമത്, ഇപ്രകാരമുള്ള വിഷയങ്ങളിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഇരകളെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. അവർ മനുഷ്യരാണ്. അവരെ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മൂന്നാമത്, ഈ ലോകത്തിൻ്റെ നീതി ഫെയിലായിപ്പോയെങ്കിലും ഇല്ലാതായിപ്പോയെങ്കിലും ദൈവത്തിൻ്റെ നീതി നടപ്പാക്കപ്പെടും എന്ന് ഉറച്ച് വിശ്വസിക്കുക. ഇതാണ് നമ്മൾ മുമ്പേ സങ്കീർത്തനം 37 എബ്രായർ 4 ഒക്കെയും കണ്ടത്. പിന്നെ റോമർ 12:19 തന്നെ പറയുന്നത്, പ്രതികാരം യഹോവയ്ക്കുള്ളത്. ആ കാര്യങ്ങളിൽ നമുക്ക് ആശ്വസിക്കാം. പിന്നെ നാലാമത്തെ കാര്യം, ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കണം. നിങ്ങൾ സ്ക്രോളിംഗ്, ഓൺലൈൻ സോഷ്യൽ മീഡിയയിലെല്ലാം കിടന്ന് ഇങ്ങനെ ഒത്തിരിയും സമയം കളഞ്ഞ് അപ്രകാരമുള്ള കാര്യങ്ങളുടെ പുറകിൽ പോയി സമയം കളഞ്ഞ് പ്രാർത്ഥനയ്ക്ക് സമയമില്ലാതാക്കരുത്. നിങ്ങളുടെ സ്പിരിച്വൽ ഷാർപ്നെസ്, ആത്മീകമായിട്ട് ഷാർപ്പായി ഇരിക്കുന്നത് ദൈവത്തോട് ചേർന്ന് ഇരിക്കുന്നതിനെ അനുസരിച്ചിരിക്കും. ഇനി അഞ്ചാമത്, ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളെ ഓർപ്പിക്കേണ്ട കാര്യം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുക എന്നുള്ള വസ്തുതയാണ്. യേശു തന്നെ മത്തായി 24 ഓർപ്പിച്ചു, അന്ത്യകാലത്തിൽ അധർമ്മം പെരുകും. അവിടുന്ന് ഇതും പറഞ്ഞു, യേശുവിൻ്റെ ആ രണ്ടാം വരവിനോട് അടുത്ത കാലമെന്ന് പറയുന്നത് നോഹയുടെ കാലം പോലെ ആയിരിക്കും. അതായത് റാംപൻറ്റ് ഈവിൽ, വലിയ മ്ലേച്ഛത, വലിയ പൈശാചിക നിറഞ്ഞ ദിവസങ്ങളായിരിക്കുമെന്ന് 2 തിമോത്തിയോസ് 3:13. അതുകൊണ്ടല്ലേ അന്ത്യകാലത്തെ പറ്റി പൗലോസ് ഓർപ്പിച്ചത്, ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. അതുകൊണ്ട് നാം വിചാരിക്കുന്നതിലും ഏറ്റവും അടുത്തു യേശു കർത്താവിൻ്റെ രണ്ടാം വരവ്. അതിനുള്ള പ്രതികരണം വേവലാതിപ്പെടുക എന്നുള്ളതല്ല, ആത്മീകമായി ഒരുങ്ങുക എന്നുള്ളതാണ്.
ഈ ഒരു വീഡിയോ നിങ്ങളെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങളെ സഹായിച്ചെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.